Hey guys, welcome back to Emperor Car Essentials. So BYD Atto 3 ആണ് EV കാർ നമുക്ക് ഓഡിയോ അപ്ഗ്രേഡിനായിട്ട് കിട്ടിയേക്കുന്നത്. ഇന്ത്യയിൽ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു DSP ആംപ്ലിഫയർ അതുപോലെ സബ് വൂഫേഴ്സ് ആഡ് ചെയ്തേക്കണം. നോട്ട് ജസ്റ്റ് സ്പീക്കേഴ്സ് മാത്രമല്ല നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു ആംപ്ലിഫയറും സബ് വൂഫറും. പല തെറ്റിദ്ധാരണകളും ഇതിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം മറികടന്ന് നമ്മൾ എംപറർ കാർ എസെൻഷ്യൽസിൽ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണ് പോയേക്കണ കണ്ടു നോക്കാം. ഇതിലേക്ക് പോയേക്കുന്ന കോമ്പോണൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഹെലിക്സിൻ്റെ PFK 165.2ൻ്റെ സ്പീക്കേഴ്സാണ് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ഫ്രണ്ടും റിയറിലേക്ക് പോയേക്കണേ. അതുപോലെ ഹെലിക്സിൻ്റെ M6 DSP എന്ന് പറഞ്ഞ ആംപ്ലിഫയർ 6 ചാനൽ പ്ലസ് 10 ചാനൽ ഔട്ട്പുട്ടുള്ള DSP ആംപ്ലിഫയർ ആണ്. അതുപോലെ ഹെലിക്സിൻ്റെ തന്നെ K10 SE2 എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് സബ് വൂഫർ, അതാണ് ഇതിൽ പോയേക്കുന്നത്. പിന്നെ വൈബ്രോ ഫിൽറ്ററിൻ്റെ ഡാമ്പിംഗ് ഷീറ്റും അതുപോലെ വയേഴ്സ് ആണ്. ക്വാളിറ്റിയുള്ള വയേഴ്സാണ്, അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഓഡിയോ അപ്ഗ്രേഡിൽ. ഇഫ് യു കോംപ്രമൈസ് ഓൺ ദോസ് തിങ്സ് ഓഡിയോ അതിൽ അനുസരിച്ച് ക്വാളിറ്റി കുറയ്ക്കും. പിന്നെ നമ്മൾ ഇതിൽ പോയേക്കുന്നത് സ്റ്റോക്ക് പ്രൊവിഷൻസിലാണ് എല്ലാ സ്പീക്കേഴ്സും വെച്ചേക്കുന്നത്. നോ ഓൾട്ടറേഷൻ ഓർ എനിത്തിങ് ഇസ് ഡൺ ടു ഇറ്റ്. എല്ലാം അതുപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈവൻ ആംപ്ലിഫയേഴ്സ് ആണെങ്കിൽ പോലും ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാതെ, ഈവൻ സർവീസ് സെൻറ്റേഴ്സിൽ എന്തെങ്കിലും കൊടുക്കണ നേരത്ത് പോലും ഒന്നും അഫക്റ്റ് ചെയ്യരുത് ഇതിൽ. ഈവൻ സബ് വൂഫേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ അണ്ടർ നിങ്ങൾക്ക് ട്രാവൽ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരാതെ അണ്ടറിലാണ് വെച്ചേക്കണത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ഇടയിൽ ഇടുന്നതായിരിക്കും. സോ നമുക്കിനി കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. സ്റ്റേ ട്യൂൺഡ്.